ഈ ഗോസറി പൈപ്പിലേക്കുള്ള ഗോസറി പാലത്തിൻ്റെയൊക്കെ ബ്ലോക്കൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വേറെ ഒന്നും ചെയ്യണ്ട, ഇതിനകത്ത് ഒരു സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഈ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ പല ജോലികളുടെ സമയങ്ങൾ രാവിലെ 8 മണിക്ക് തുടങ്ങി രാത്രി 8 മണി വരെ എന്നുള്ള സമയം, അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങി 6 മണിക്ക് വരെ എന്നുള്ള സമയമൊക്കെ മാറ്റിയിട്ട് ഒരു ചേഞ്ച് വരുത്തണം സമയത്തിനൊക്കെ. വിദ്യാഭ്യാസത്തിന് പല പല സ്കൂളിൽ പല പല സമയങ്ങളിൽ കൊടുത്തേക്കണം. കാരണം അവർക്ക് ബ്ലോക്ക് ഇല്ലാണ്ട് സാഹചര്യങ്ങളിലെത്താം. ഇൻഫോ പാർക്കിലാണെന്നുണ്ടെങ്കിൽ അവിടെയും വെളുപ്പിന് സമയം കൊടുത്തിട്ടുണ്ട്, വൈകിട്ട് സമയം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല സമയം കൊടുത്തേ. കാരണം അവിടുത്തെ ജോലികളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോവും. ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ കിടന്ന് മരിക്കണ്ട. ഇപ്പോൾ ഒരു 5 മണി 6 മണി പാകത്തിന് പണിയും കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുടെ ഗതികേടാണിത്. അപ്പോൾ ഈ ഗതികേടൊന്നും മാറ്റി മറിക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ, ഈ കോൺട്രാക്ടർമാർ, ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ, സ്കൂൾ നടത്തുന്ന ആൾക്കാർ, ഇവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ വക സമയങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് ഈ വളർച്ചയൊക്കെ. അല്ലാണ്ട് വേറെ ആരും ഇതൊന്നും തട്ടിക്കൊണ്ടുപോകാനൊന്നും പോകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച്, അധികാരികൾ, നമ്മളല്ല അധികാരികൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരുപാട് അഴിമതികളിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ വാർത്തയിലും ജനങ്ങൾ എല്ലാവരും തമ്മിൽ പറയാൻ. അവർക്ക് ഇത് മാത്രമേ നേരമുള്ളൂ. അല്ലാണ്ട് ഒരു ഡെവലപ്മെൻറ്റ് നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് സമയഭേദഗതി വരുത്തണം. സമയം നമുക്ക് പല സ്ഥലത്തും പല നാട്ടിലും പല സമയങ്ങളിലും നമ്മൾ തിരുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ, ഒരു 5 മണിക്കത്തെ ബ്ലോക്ക്, ഒരു 8 മണിക്കത്തെ ബ്ലോക്ക്, വെളുപ്പിന് ഒരു 10 മണി 8 മണി തുടങ്ങി 10 മണി വരെയുള്ള ബ്ലോക്ക്, ഇതിനൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചാലൊന്നും നടക്കൂല. കാരണം ജനങ്ങളല്ലല്ല ഇതിൻ്റെ ആൾക്കാർ. അത് നിൽക്കണ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവും. ഇതിപ്പോൾ അയാൾ 4 മണി തുടങ്ങി 8 മണി വരെ അയാളവിടെ കിടന്ന് വങ്കപ്പാട് വെയിലത്ത് നിന്ന് കഷ്ടപ്പെടണം. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നാണ് ഞാൻ അധികാരികളോട് ഇതെത്തിക്കുന്നത്. ഇതെങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളത് അധികാരികളിരുന്ന് മീറ്റിംഗ് കൂടി, അത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയൊരു കാര്യമല്ല, എന്നാലും മാറ്റാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ അത് മാറും. കാരണം ഇന്നത്തെ തലമുറ പിള്ളേരെല്ലാം പഠിച്ച് നാട് വിട്ട് പോണേണ്. അപ്പം അതൊക്കെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അപ്പം അത് അധികാരികൾ മറക്കരുത്. ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞേക്കുന്നത്.